സംഘപരിവാർ BJP ബന്ധമുള്ള N ശേഷാദ്രിനാഥനെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിച്ച നടപടി, അതിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വിവാദം ഉയരുന്നുണ്ട്. അപ്പൊ ശേഷാദ്രിനാഥനോ എന്നുള്ള ചോദ്യത്തിന് KM ഷാജി പറഞ്ഞിട്ടുള്ള മറുപടിയും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. കാരണം ഇത്രയും നാള് പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഇവർ പറഞ്ഞതിനൊക്കെ നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും KM ഷാജിയെ പോലുള്ളവർ ഇത് പറയുമ്പോ നമുക്കത് ഒട്ടും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ പറയുന്നത് BJP-യുമായിട്ട് കോൺഗ്രസിന് ബന്ധമുണ്ട് എന്ന് പറയുന്ന ആ ഒരു ആരോപണം ശക്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ സത്യത്തിൽ ഒരു ഉള്ളുകളി ഉണ്ടോ? റിട്ടയർഡ് ജഡ്ജി ആയിരുന്നു ശേഷാദ്രിനാഥൻ. ഇപ്പൊ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം എല്ലാ കാലത്തും ഒരു രാഷ്ട്രീയ നിയമനമാണ്, യാതൊരു തർക്കവുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ നിയമനം മറ്റേ തെരഞ്ഞെടുപ്പ് പോലെയല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കണമെന്ന് നിർബന്ധവുമില്ല. അപ്പൊ പുറത്തുനിന്നുള്ള ആളെയാണ് നിയമിക്കുക. ശേഷാദ്രിനാഥനെ നിയമിക്കാൻ നിയമപരമായ ഒരു തടസ്സമില്ല, കാരണം ഗവൺമെന്റ് തീരുമാനിക്കാം. പക്ഷെ ഇവിടെ പ്രശ്നം ഉയർത്തിയത് പ്രതിപക്ഷമൊന്നുമല്ല, കോൺഗ്രസിനകത്ത് തന്നെയുള്ള KPC ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ PM നിയാസ് ആണ്. PM നിയാസ് ഈ ശേഷാദ്രിനാഥന്റെ മുൻകാല പോസ്റ്റുകൾ, FB പോസ്റ്റും ഒക്കെ കോപ്പി ചെയ്ത് അത് വെച്ച് അങ്ങേര് പരാതി കൊടുക്കാത്ത ആളില്ല. ചെന്നിത്തലയെ കണ്ടു, മുഖ്യമന്ത്രിയെ കണ്ടു, കേന്ദ്രത്തിന് പരാതി കൊടുത്തു. അപ്പോ BJP ബന്ധമുള്ള ഒരാളെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിക്കുന്നതിൽ ശക്തമായ എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിൽ നിന്ന് സതീശനെ വിളിച്ചു എന്ന് തന്നെയാണ്. ഈ കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് എന്ത് ക്ലാരിഫിക്കേഷനാണ് കൊടുത്തതെന്ന് നമുക്കറിയില്ല. അപ്പോ ശേഷാദ്രിനാഥനെ വയ്ക്കുന്നതിനെതിരായി കോൺഗ്രസിൽ ഒരു ഇതുണ്ട്. തദ്ദേശ വകുപ്പ് ലീഗിന്റെ കയ്യിലാണ്. അപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന ഉത്തരവാദിത്വം തദ്ദേശ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പൊ തദ്ദേശ വകുപ്പ് മന്ത്രി എന്ന KM ഷാജിക്ക് ഇതിലെന്താണ് നിലപാട് എന്നറിയാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ്. അദ്ദേഹത്തെ പറ്റി വലിയ വർഗീയവാദിയാണ് എന്ന അർത്ഥത്തിലാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇതുവരെ കൊടുത്തിരുന്നത്. രണ്ട് വിഷയത്തിൽ അയാൾക്ക് ഒരു ഇത് വന്നിട്ടുണ്ട്. ഒന്ന് PMAY എന്ന് പറയുന്ന പദ്ധതി, അതില് എംബ്ലം ഇടണോ വേണ്ടയോ എന്നുള്ളത്, വീടുകളിൽ എംബ്ലം ഇടണോ വേണ്ടയോ. അതിൽ ഷാജി പറഞ്ഞ മറുപടി, ഇവിടെ ഇതിനു മുമ്പ് പല സെൻട്രൽ ഗവൺമെന്റ് പദ്ധതികളുടെയും ആരോഗ്യ അതുപോലെയുള്ള മേഖലകളിലെ പദ്ധതിയിലൊക്കെ ഇതുപോലെ മോഡിയുടെ പടവും ഒക്കെ അല്ലെങ്കിൽ സിമ്പിളും വച്ചിട്ടുണ്ട്, ആദ്യമായിട്ടല്ല. ഇവിടെ ലൈഫ് പോലെയുള്ള അല്ലെങ്കിൽ PMAY പോലെയുള്ള പദ്ധതികൾ ഇവിടെ വരുമ്പോൾ ആ വീടിന് മുമ്പിൽ ഇങ്ങനെ എംബ്ലം വെക്കുന്നു, മോഡിയുടെ പടമൊന്നും ഞങ്ങൾ വെക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ എംബ്ലം വെക്കുന്നതിനെതിരെ ഇപ്പോഴത്തെ പ്രതിപക്ഷം അന്ന് ഭരണപക്ഷമായിരുന്നപ്പോൾ ശക്തമായി നിലപാടെടുത്തിരുന്നു. സത്യമാണ്. അവർ പറഞ്ഞു അങ്ങനെ എംബ്ലം വെക്കാൻ പറ്റില്ല. അതിനുള്ള ഒരു പ്രശ്നം, ഒരു പൊതുസ്ഥാപനത്തിൽ എംബ്ലം വെക്കുന്ന പോലെയല്ല ഒരു സ്വകാര്യ വീട്ടിൽ എംബ്ലം വെക്കുന്നത്. അതിന് പിണറായി പറഞ്ഞ മറുപടി അല്ലേ ശരി? അതാ ഞാൻ പറഞ്ഞത്. അതൊരു എനിക്കാരോ ദാനം തന്ന വീട് പോലെ എന്ന് ഫീൽ ചെയ്യും എന്നുള്ള വാദം ഞാൻ 100% അംഗീകരിക്കുന്നു. അത് തെറ്റാണ്. എനിക്കൊരാള് വീട് തന്നപ്പോ അതിലൊരു കാര്യം കൂടിയുണ്ട്. മുസ്ലിം ലീഗ് വളരെ മാതൃകാപരമായി 51 വീട് വയനാട് വെച്ചു കൊടുത്തു. അതിൽ ലീഗ് എടുത്തൊരു നിലപാടുണ്ട്, ഷാജിയുടെ തന്നെ കക്ഷി. അതിലെവിടെയും മുസ്ലിം ലീഗിന്റെ പേരോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ പേരോ ഇല്ല. ഒരു കയറി താമസത്തിനും അല്ലെങ്കിൽ പാല് കാച്ചലിനും ഒരു ലീഗ് നേതാവോടൊപ്പം ഉണ്ടാകും. അവരുടെ ബന്ധുക്കളും കുടുംബങ്ങളും നടത്തട്ടെ. കാരണം ഇപ്പുറത്ത് പൂർത്തിയാവാത്ത വീടിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച് വലിയ വാർത്തകൾ ഗവൺമെന്റ് നടത്തിയപ്പോൾ പൂർത്തിയായി താമസം തുടങ്ങിയ വീടുകളുടെ കാര്യത്തിൽ പോലും അങ്ങനെ ലീഗ് അതിലൊരു ക്രെഡിറ്റ് എടുക്കേണ്ട. കാരണം ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. ലീഗിന്റെ ആളുകൾ മാത്രമല്ല പലരും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞ ലീഗ്, ആ ലീഗിന്റെ മന്ത്രി ഇപ്പോൾ ഈ വീട് വെക്കുമ്പോൾ, ഇവിടെ ഞാൻ പറയുന്നത് പൊതുസ്ഥാപനങ്ങളിൽ വെക്കുന്നതും വീട്ടിൽ വെക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനോട് യോജിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വീട്ടിൽ വെക്കുമ്പോൾ അതൊരു ഇയാളുടെ ഒരു ദാനം കിട്ടിയ പോലെ തോന്നും. അതൊരു മാനസികമായി വലിയൊരു തളർത്തുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അത് വെക്കരുത് എന്ന് തന്നെയാണ് ഞാൻ നിലപാടെടുക്കുന്നത്. ഇപ്പൊ ശേഷാദ്രിനാഥന്റെ കാര്യത്തിലും അദ്ദേഹം ഒരിക്കൽ ഒരു BJP സപ്പോർട്ടർ ആയിരുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാളിപ്പോ സന്ദീപ് വാര്യർ BJP-യുടെ ആളായിരുന്നു. സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ നേതാവാണ്. അതുപോലെ ഈ കണ്ണൂരിൽ BJP-ക്കാർ പലരും CPM-ൽ വന്നിട്ടുണ്ട്. ഇപ്പോ
ഒരു വലിയൊരു നേതാവ് അവിടെ പ്രതിയായിരുന്നു, CPM-കാരെ കൊന്ന കേസിൽ പ്രതിയായ ഒരു നേതാവ് പോലും CPM-ലേക്ക് വന്ന് അയാളവിടെ ദേവസ്വം ബോർഡ് അതുപോലെയുള്ള സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്നുണ്ട്, കർഷക സ്ഥാനം എന്തൊക്കെയോ വഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒരാൾ BJP-യോട് അനുഭാവം ഉണ്ടായിരുന്നു എന്നത് കൊണ്ട് ഒരാൾ ഇങ്ങോട്ട് വരരുതെന്ന് പറയാൻ പറ്റില്ല. അയാൾ വന്നിട്ട് എന്ത് ചെയ്യണമെന്നുള്ളൂ. കാരണം അയാൾ ഇനി BJP-യുടെ ഒരാളെ എന്തിനാണ് ഇവര് വയ്ക്കും? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-ക്കുള്ള റോൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. കേരളത്തിൽ അത്ര റോളല്ലേ ഉള്ളൂ. എന്തിനാണ് BJP-യുടെ ഒരാളെ വെക്കുന്നത്? ഇപ്പോ മുമ്പ് രത്തൻ കേൽക്കറെ വെച്ചപ്പോൾ ഞാൻ അതിന് ന്യായീകരിച്ച ആളാണ്. കാരണം രത്തൻ കേൽക്കർ ഒരു IAS-കാരനാണ്. ഒരു IAS-കാരനെ നിങ്ങൾക്ക് എവിടെ വേണി വെക്കാം. കാരണം ഇപ്പൊ രത്തൻ കേൽക്കർ ഇലക്ഷൻ കമ്മീഷന്റെ സ്ഥാനം മാറിയാൽ അയാൾ വേണ്ടി ധനകാര്യ സെക്രട്ടറി ആവാം, അയാൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും തദ്ദേശ സെക്രട്ടറി എന്തെങ്കിലും ആവാം. അതുപോലെയല്ല ഇവിടെ ഇവർക്ക് പുറത്തുനിന്ന് ഒരാളെ നിയമിക്കാം. അങ്ങനെയെങ്കിൽ എന്തിനാണ് വിവാദമുള്ള ഒരാളെ നിയമിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ പറഞ്ഞ രത്തൻ കേൽക്കറുടെ ഇതല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഇവർക്ക് പുറത്തുനിന്ന് ഒരാളെ നിയമിക്കണം. ആ നിയമിക്കുന്ന ആളെ എവിടെ നിയമിക്കണം, അത് ആരെ നിയമിക്കണം എന്ന് തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അവകാശം ഗവൺമെന്റിനുണ്ട്. ഇത് റിട്ടയർഡ് ജഡ്ജിയാണ്. ഈ രാജ്യത്ത് റിട്ടയർഡ് ജഡ്ജിമാരെ കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ട്. റിട്ടയർഡ് ജഡ്ജി വേണമെന്നില്ല. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിമാരെ തന്നെ വേണമെങ്കിൽ നമുക്ക് കേരളത്തിൽ കിട്ടും, വെക്കാം. അപ്പൊ ആ അർത്ഥത്തിൽ ഒരു നിയമനം നടത്താമായിരുന്നു. പിന്നെ ഇതിൽ വരുന്ന വേറൊരു ഇന്റേണൽ കളി എന്ന് പറയുന്നത്, അങ്ങനെ വാദിക്കുന്നത് PM നിയാസ് KC വേണുഗോപാലിന്റെ വളരെ അടുത്ത ആളാണ്. ആ ഒരു വാദമാണ് സതീശനും ടീം ഉന്നയിക്കുന്നത്. KC വേണുഗോപാലിന്റെ അടുത്തൊരാൾ ഇങ്ങനെ ഒരു വാദം ശക്തമായി ഉന്നയിക്കുന്നു, മറുഭാഗത്തു നിന്ന് അതിന് കൗണ്ടർ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് കോൺഗ്രസിൽ ഒരു ഗ്രൂപ്പ് കളിയാണോ എന്ന് ആളുകൾ സംശയിച്ചാൽ, കാരണം KC മുഖ്യമന്ത്രിയാവാൻ ശ്രമിച്ച ആളാണ്, അതിന് പകരം KC വെട്ടിയിട്ടാണ് സതീശൻ വരുന്നത്. അപ്പൊ അതിനുള്ള ഒരു കളിയാണോ? കോൺഗ്രസിലാവുകൊണ്ട് അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പണ്ട് ബാർക്കോഴ വന്നു കഴിഞ്ഞപ്പോ ഉമ്മൻചാണ്ടിക്കെതിരെ ബാർക്കോഴ വന്നതൊക്കെ കോൺഗ്രസിലെ ചില ആളുകൾ കളിച്ചിട്ടാണ് എന്നൊക്കെ പിന്നീട് ചരിത്രം വന്നിട്ടുണ്ട്. കോൺഗ്രസിൽ അതും നടക്കും, അതിൽ അപ്പുറവും നടക്കും. പക്ഷെ ഇവിടെ ഈ വിവാദം വരാൻ പാടില്ല. വിവാദം വരാൻ പാടില്ല എന്ന് വെച്ചാൽ, അങ്ങനെ വിവാദം ഉണ്ടെങ്കിൽ അയാളെ നിയമിക്കേണ്ട കാര്യമേ ഇല്ല. അയാൾ അങ്ങനെ നിയമിക്കേണ്ട കാര്യമില്ല, വേറെ ആരെങ്കിലും നിയമിക്കാം. ഒരു പ്രശ്നം അക്കാര്യത്തിലില്ല. ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ആളുകൾ എടുത്തിട്ടിട്ട് ഇപ്പോൾ അലക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വിഡ്രോ ചെയ്തു, അദ്ദേഹം അതൊക്കെ ക്യാൻസൽ ചെയ്തു എന്നുള്ളതുകൊണ്ട് കാര്യമല്ലോ. അയാൾ നിലപാട് മാറിയോ എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ അതുകൊണ്ട് ഇയാളുടെ നിലപാട് മാറിയെന്ന് ബോധ്യം വരുന്നത് വരെ ഇയാളെ നിയമിക്കാതിരിക്കുകയാണ് ബുദ്ധി. കാരണം അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. മാത്രമല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇയാൾ BJP-ക്ക് കീഴടങ്ങി, VD കീഴടങ്ങി എന്നൊക്കെ പറഞ്ഞുള്ള കഥകളാണ് വരുന്നത്. കീഴടങ്ങി എന്ന് പറഞ്ഞാൽ ഇതിലധികം കീഴടങ്ങിയ ആളായിരുന്നു മുൻ മുഖ്യമന്ത്രി, നമുക്കറിയാം. ഞാൻ അതുകൊണ്ടല്ല, അത് കമ്പയർ ചെയ്യാനില്ല. കേരളത്തിൽ ആര് വന്നാലും BJP-ക്ക് കീഴടങ്ങി നിൽക്കൂ എന്നുള്ളൊരു ചോദ്യം വന്നാൽ അത് ശരിയല്ലല്ലോ. കാരണം ഈ ഗവൺമെന്റിന് ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു പ്രധാന കാര്യം, സതീശനോ ആ ഗവൺമെന്റിനോ മനസ്സിലാകാത്ത ഒരു കാര്യം, അവരുടെ കഴിവുകൊണ്ടല്ല ഇവർ ജയിച്ചു വന്നത്. ഈ വലിയ വിജയമുണ്ടായത് കേരളത്തിൽ ഒരു പൊതുസമൂഹമുണ്ട്. അവര് ഏതെങ്കിലും പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യാൻ തീരുമാനിച്ചവരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഗവൺമെന്റിന്റെ വളരെ തെറ്റായ കാര്യങ്ങൾ കണ്ട് കഴിഞ്ഞ തവണ LDF-ന് വോട്ട് ചെയ്തവർ പോലും വലിയ തോതിൽ മാറി UDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് തിരിച്ചു മാറാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ടുപേരും ഒരുപോലെയാണ്, പിന്നെ എന്തിനാ ഇവർക്ക് വോട്ട് ചെയ്യണേ എന്ന ചോദ്യമില്ലേ? അപ്പൊ തീർച്ചയായും കഴിഞ്ഞ ഗവൺമെന്റിന്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ ലീഗലി തുടർച്ചയാണെങ്കിലും രാഷ്ട്രീയ തുടർച്ചയല്ല തങ്ങളെന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല VD സതീശൻ സർക്കാരിനുണ്ട്. അങ്ങനെ സംശയം വന്നാൽ അത് വലിയ തോതിൽ അവരുടെ വിശ്വാസ്യതയെ തകർക്കും. ശേഷാദ്രിനാഥന്റെ കാര്യത്തിൽ അങ്ങനെ വിശ്വാസ്യതയെ തകർക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോ ഗവർണർ അത് ഡിജിറ്റലായി ഒപ്പിട്ടു എന്നാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുകൊടുത്താൽ മാസങ്ങൾ കഴിഞ്ഞ് ഒപ്പിടാത്ത ഒരു ഗവർണർ ഡിജിറ്റലായി ഒപ്പിട്ടു എന്ന് പറയുമ്പോൾ അത് കൂടുതൽ സംശയങ്ങളുണ്ട്. കാരണം അയാൾക്ക് കൂടി സ്വീകാര്യനായ ആളെയാണോ വച്ചതെന്ന്, അത് പൊതുസമൂഹത്തിൽ ഗവൺമെന്റിന്റെ ഇമേജിന് എതിരാണ് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്.